ഹലോ കൂട്ടുകാരെ, 10ാം ക്ലാസ്സിലെ മാത്സിന്റെ 3ാം ചാപ്റ്ററായ സമാന്തര ശ്രേണിയും ബീജഗണിതവും അതിലെ 71ാം പേജിലെ 4ാമത്തെ ചോദ്യമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ചോദ്യം നോക്കാം. ഈ ചോദ്യത്തിൽ നമുക്ക് 4 സമാന്തര ശ്രേണികളുടെ n-ാം പദം തന്നിട്ടുണ്ട്. ഓരോന്നിന്റെയും n പദങ്ങളുടെ തുക കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് n പദങ്ങളുടെ തുകയാണല്ലോ. അത് കാണാനുള്ള സമവാക്യം എന്താണെന്ന് കൂട്ടുകാർ ഓർക്കൂ. ഒരു സമാന്തര ശ്രേണിയിൽ ആദ്യത്തെ n പദങ്ങളുടെ തുക Sn കാണാനുള്ള സമവാക്യം Sn സമം n/2 ഇൻറ്റു 1-ാം പദം പ്ലസ് n-ാം പദം. ഓക്കെ, ഇവിടെ നമുക്ക് n-ാം പദം തന്നിട്ടുണ്ട്. ഇതിൽ n-ന് 1 കൊടുത്താൽ നമുക്ക് 1-ാം പദം കിട്ടും. അതുപയോഗിച്ച് നമുക്ക് ഈ തുക എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അപ്പോൾ 1-ാമത്തെ സമാന്തര ശ്രേണിയുടെ n-ാം പദം 2n + 3 ആയതിനാൽ 1-ാം പദം x1. അത് കിട്ടാൻ n-ന് 1 എന്ന് നൽകുക. അപ്പോൾ നമുക്ക് 2 × 1 + 3 5 എന്ന് കിട്ടും. n-ാം പദം 2n + 3 ആണ്. അപ്പോൾ നമുക്ക് തുക Sn എന്തെഴുതാം? n/2 ഇൻറ്റു 5 + 2n + 3. ഇനി ഇവിടെ 5ഉം 3ഉം കൂട്ടിയാൽ 8. അപ്പൊ നമുക്കിത് n/2 ഇൻറ്റു 2n + 8 എന്ന് എഴുതാം. ഇനി ഈ ബ്രാക്കറ്റിന് ഉള്ളിലുള്ള എല്ലാ സംഖ്യയും നമുക്ക് 2 കൊണ്ട് ഹരിക്കാമല്ലോ. അപ്പൊ നമുക്ക് n ഇൻറ്റു 2 കൊണ്ട് ഹരിച്ചാൽ n + 4 എന്ന് കിട്ടും. ഇനി n-നെ ബ്രാക്കറ്റിലേക്ക് ഗുണിക്കൂ. n ഇൻറ്റു n n² പ്ലസ് n ഇൻറ്റു 4 4n. അപ്പോൾ നമ്മുടെ 1-ാമത്തെ സമാന്തര ശ്രേണിയുടെ n-ാം പദം 2n + 3 ആയതിനാൽ തുക ആദ്യത്തെ n പദങ്ങളുടെ തുക n² പ്ലസ് 4n ആണ്. ഓക്കെ, നമുക്കിനി 2-ാമത്തെ ശ്രേണിയുടെ n-ാം പദം 3n + 2. നമുക്ക് 1-ാം പദം n സമം 1 എന്ന് നൽകുക. അപ്പോൾ 3 × 1 + 2 5 എന്ന് കിട്ടും. n-ാം പദം xn 3n + 2 എന്ന് തന്നിട്ടുണ്ട്. ആയതുകൊണ്ട് ആദ്യത്തെ n പദങ്ങളുടെ തുക Sn സമം n/2 ഇൻറ്റു 5 + 3n + 2. ഇവിടെ 5ഉം 2ഉം കൂട്ടിയാൽ 7. അപ്പോൾ n/2 ഇൻറ്റു 3n + 7 എന്ന് എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? n-നെ ഉള്ളോട്ട് ഗുണിക്കാം. അപ്പോൾ നമുക്കിത് n ഇൻറ്റു 3n 3n² പ്ലസ് 7n ഡിവൈഡ് ബൈ 2. അപ്പോൾ തുക 3n² പ്ലസ് 7n/2 എന്ന് എഴുതാം. ഇതിന് വേണമെങ്കിൽ നമുക്ക് 3/2n² പ്ലസ് 7/2n അങ്ങനെ എഴുതാം. ഓക്കെ, കാരണം നമ്മുടെ പദങ്ങളുടെ തുക അതിൻ്റെ ബീജഗണിത രൂപം pn² പ്ലസ് qn എന്ന രൂപമാണ്. അതുകൊണ്ട് 3/2 p ആയിട്ട് വരും, n² പ്ലസ് 7/2 q ആയിട്ട് വരും n. ഓക്കെ, ഇങ്ങനെ എഴുതിയാലും മതി. ഇനി 3-ാമത്തെ ചോദ്യം നോക്കാം. 3-ാമത്തെ സമാന്തര ശ്രേണിയുടെ n-ാം പദം 2n - 3 ആണ്. അതിൽ നിന്നും 1-ാം പദം x1 കിട്ടാൻ വേണ്ടി n-ന് 1 എന്ന് നൽകുക. അപ്പോൾ 1-ാം പദം x1 സമം 2 × 1 - 3. അപ്പോൾ 2 - 3 2 - 3 എത്രയാണ്? -1. n-ാം പദം xn 2n - 3 ആയതുകൊണ്ട് n പദങ്ങളുടെ തുക Sn സമം
n/2 ഇൻറ്റു -1 പ്ലസ് 2n - 3 -1 -3 അപ്പോൾ നമുക്കത് -4 ആയിട്ട് മാറും. അപ്പോൾ n/2 ഇൻറ്റു 2n - 4. ഇനി ബ്രാക്കറ്റിനുള്ളിലുള്ള എല്ലാത്തിനെയും 2 കൊണ്ട് ഹരിക്കാം. അപ്പോൾ നമുക്ക് n ഇൻറ്റു n - 2 എന്ന് കിട്ടും. ഓക്കെ, ഇനി n കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? n² - 2n. അപ്പോൾ നമ്മുടെ ഉത്തരം n² - 2n ആണ്. ഇനി നാലാമത്തെയും അവസാനത്തെയും സമാന്തര ശ്രേണിയുടെ n-ാം പദം 3n - 2 ആയതിനാൽ ഒന്നാം പദം x1 കിട്ടാൻ n-ന് 1 എന്ന് നൽകുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 ഇൻറ്റു 1 -2 3 - 2 1 എന്ന് കിട്ടും. n-ാം പദം xn 3n - 2 എന്ന് തന്നെ എഴുതാം. ആദ്യത്തെ n പദങ്ങളുടെ തുക Sn എത്രയാണ്? n/2 ഇൻറ്റു 1 പ്ലസ് 3n - 2. അപ്പോൾ 1 - 2 അപ്പോൾ എന്ത് കിട്ടും? -1 കിട്ടും. അപ്പോൾ n/2 ഇൻറ്റു 3n - 1 എന്ന് എഴുതാം. ഇനി ഇത് നമുക്ക് വിപുലീകരിക്കുമ്പോൾ എന്ത് കിട്ടും? n-നെ കൊണ്ട് n-നെ കൊണ്ട് ഗുണിക്കുമ്പോൾ 3n² - n/2 എന്ന് കിട്ടും. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ 3/2 n² - 1/2 n ആ രീതിയിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഈ ചെയ്ത കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ എന്താണ് ഇവിടെയുള്ള മെത്തേഡ്? ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദത്തിന്റെ ബീജഗണിത രൂപം an + b ആയാൽ അതിന്റെ ആദ്യത്തെ n പദങ്ങളുടെ തുകയുടെ ബീജഗണിത രൂപം pn² + qn ആയിരിക്കും. ഇവിടെ p എന്ന് പറയുന്നത് a യുടെ പകുതിയായിരിക്കും. കൂടാതെ q എന്ന് പറയുന്നത് a യുടെ പകുതിയോട് b കൂട്ടിയതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു നിർവചനം നിങ്ങൾ ഓർത്തു വെക്കുകയാണെങ്കിൽ an + b എന്ന ബീജഗണിത രൂപത്തിൽ n-ാം പദം തന്നാൽ നമുക്ക് n പദങ്ങളുടെ തുക എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്ത 4 ചോദ്യങ്ങളുണ്ടല്ലോ, ഇത് വെച്ച് നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? n-ാം പദം 2n + 1. അപ്പോൾ an + b = 2n + 3 ആണ്. a 2 b 3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് p എന്തെഴുതാം? a/2, അതായത് 2/2 1 എന്ന് എഴുതാം. q എന്ന് പറഞ്ഞാൽ എന്തെഴുതാം? a/2 1 ആണ്, അതിനോട് കൂടിയിട്ട് b കൂട്ടിയാൽ മതി. 1 + 3 4 എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക എന്തെഴുതാം? p n². അപ്പോൾ n² + qn, q 4 ആണ്, അപ്പോൾ n² + 4 എന്ന് എഴുതാം. അപ്പോൾ രണ്ട് ഉത്തരവും ശരിയല്ലേ? തുല്യമല്ലേ? ഇനി രണ്ടാമത്തെ നോക്കൂ, 3n + 2. ഇവിടെ an + b = 3n + 2 ആണ്. അപ്പോൾ a3 b2. p എന്ന് പറഞ്ഞാൽ a/2 ആണ്. അപ്പോൾ നമുക്ക് 3/2 എന്ന് എഴുതാം. q എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയ ഇതിനോട് കൂടി എത്ര കൂട്ടിയാൽ മതി? b കൂട്ടിയാൽ മതി. 3/2 + 2. അപ്പോൾ നമുക്ക് ഇവിടെ ഛേദം തുല്യമാക്കാൻ 2നെ 2 കൊണ്ട് ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്യാം. 2/2. അപ്പോൾ നമുക്കിത് 4/2 ആവും. അപ്പം 3 + 4 7/2. അപ്പോൾ നമ്മുടെ
n പദങ്ങളുടെ തുക പി 3/2 n സ്ക്വയർ പ്ലസ് ക്യു എൻ 7/2 n. ഇത് തന്നെയായിരുന്നു നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി മൂന്നാമത്തെ നോക്കാം. 2n-3 ആണ് n-ആം പദം. അപ്പൊ ഇവിടെ an പ്ലസ് ബി സമം 2n-3. അപ്പൊ a എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 2 ആണ്. b എത്രയാണ്? ശ്രദ്ധിക്കുക, b 3 അല്ല, -3 ആണ്. ഓക്കെ, എപ്പോഴും ഇവിടെ പ്ലസ് എന്നുള്ള an പ്ലസ് ബി എന്ന രൂപത്തിലാണ് വേണ്ടത്. അപ്പൊ 2n പ്ലസ് -3 എന്ന് എഴുതുമ്പോൾ b -3 ആണ്. അത് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് p എന്തായിരിക്കും? a/2, 2/2 1. q എന്തായിരിക്കും? ഈ p യോട് കൂടിയിട്ട് b കൂട്ടിയാൽ മതി. 1 പ്ലസ് -3, അപ്പോൾ അത് 1 -3 ആവും. അപ്പൊ ഇത് -2 എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ n പദങ്ങളുടെ തുക pn സ്ക്വയർ മൈനസ് qn pn സ്ക്വയർ പ്ലസ് qn. അപ്പോൾ 1 ഇൻറ്റു n സ്ക്വയർ പ്ലസ് -2 ഇൻറ്റു n. അപ്പൊ അത് n സ്ക്വയർ മൈനസ് 2n എന്ന് കിട്ടും. ഇത് തന്നെയായിരുന്നു നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി നാലാമത്തേത് നോക്കൂ. 3n-2. ഇവിടെ an പ്ലസ് ബി സമം 3n-2 ആണ്. അപ്പൊ ഇവിടെ a എന്ന് പറയുന്നത് 3 ആണ്, b എന്ന് പറയുന്നത് -2 ആണ്. ശ്രദ്ധിക്കുക. അപ്പൊ p എന്ന് പറഞ്ഞാൽ a/2 3/2 എന്ന് എഴുതാം. q എന്ന് പറയുന്നത് p യോട് കൂടി b കൂട്ടിയാൽ മതി. അപ്പൊ 3/2 പ്ലസ് -2, അതെന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 3/2 -2 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് ഛേദം തുല്യമാക്കാൻ, അപ്പൊ ഇത് 4/2 ആവും. അപ്പൊ 3 - 4 -1/2. അപ്പൊ q -1/2 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ തുക എന്തായിരിക്കും? pn സ്ക്വയർ പ്ലസ് qn. അപ്പൊ 3/2 n സ്ക്വയർ പ്ലസ് -1/2 n. അപ്പൊ പ്ലസ് മൈനസ് എന്നുള്ളത് മൈനസ് ആവും. അപ്പോൾ അത് 3/2 n സ്ക്വയർ മൈനസ് 1/2 n എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യം വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതുപോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ n-ആം പദത്തിന്റെ ബീജഗണിത രൂപം an പ്ലസ് ബി ആയാൽ അതിന്റെ ആദ്യത്തെ n പദങ്ങളുടെ തുകയുടെ ബീജഗണിത രൂപം pn സ്ക്വയർ പ്ലസ് qn ആണ്. ഇവിടെ p എന്ന് പറയുന്നത് a/2ഉം q എന്ന് പറയുന്നത് a/2 പ്ലസ് ബിയും ആയിരിക്കും. ഇത് ഓർത്തു വെച്ചാൽ പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അഞ്ചാമത്തെ ചോദ്യമാണ് ചെയ്യാനുള്ളത്. അഞ്ചാമത്തെ ചോദ്യത്തിലും നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഫോർമുല എഴുതുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായി എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പ്രധാനപ്പെട്ട പറയാനുള്ള കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് നന്ദി. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.